മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ ഒന്നാം ഘട്ട വിതരണം നാളെയാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് വില കൊടുത്തു വാങ്ങിയ 11 ഏക്കർ സ്ഥലത്താണ് ഭവന സമുച്ചയം ഉയർന്നിരിക്കുന്നത്. 105 വീടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതിയിൽ 51 വീടുകൾ ആദ്യഘട്ടത്തിൽ കൈമാറും. ദീപക് മോഹനുണ്ട് സ്ഥലത്ത് നിന്നും. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ദീപക്, ലീഗ് പറഞ്ഞാൽ പറഞ്ഞതാ. ആദ്യം ഇപ്പോൾ താക്കോൽ കൈമാറ്റം നടക്കുന്നത് ലീഗ് അവർ ഏറ്റെടുത്ത സ്ഥലത്ത് വെച്ചുകൊടുത്ത വീടാണ്. മിന്നൽ വേഗത്തിലാണ് വീട് പണിയൊക്കെ നടന്നത്. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിലൊരു തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം നീക്കി ഭൂമി ഏറ്റെടുത്ത് പിന്നെ ശരവേഗത്തിൽ പട്ട നമ്മുടെ കെട്ടിടങ്ങൾ ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. നിശ്ചയദാർഢ്യമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ലീഗ് അതിന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പറഞ്ഞ വാക്ക് ലീഗ് പാലിച്ചു. 101 വീടുകളിൽ 51 വീടുകൾ നാളെ കൈമാറ്റത്തിന് തയ്യാറാണ്. എന്താണ് അവസ്ഥ വീടുകളുടെ? നമുക്കൊന്ന് വീടൊന്ന് കാണിച്ചാലോ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ലീഗ് പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നതിനുള്ളൊരു സാക്ഷ്യമാണ് ഈ കാണുന്നത്. മേപ്പാടി പഞ്ചായത്തിലുള്ള വെള്ളിത്തോടാണ് ഈ 11.5 ഏക്കർ ഭൂമിയിൽ മുൻപ് മുസ്ലിം ലീഗ് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി വീട് നിർമ്മിക്കാനായി സ്ഥലം ഏറ്റെടുത്തത്. ആ സ്ഥലത്ത് കാണുന്ന വീടുകളുടെ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ടൗൺഷിപ്പുകളിൽ ഏറ്റവും ഗംഭീരമായി പണി കഴിപ്പിച്ച ടൗൺഷിപ്പാണിത്. നേരത്തെ, അതായത് 5 മാസം കൊണ്ട്, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ആ 5 മാസം കൊണ്ടാണ് ഇവിടെ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയത്. 105 വീടുകളാണ് ആകെ നിർമ്മിക്കുന്നത്. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ നാളെ കൈമാറുന്നത് 51 വീടുകളാണ്. ഈ 51 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ ഇവിടെയുള്ള ഈ ദൃശ്യം, അതായത് ഈ വീടുകളുടെ ഒരു 360 ദൃശ്യം ഇങ്ങനെ കാണാം. ഇവിടുന്ന് നമ്മളൊന്ന് കയറി വരുന്നൊരു ഭാഗമാണ് പ്രധാന പാതയിൽ നിന്ന്, അതായത് മേപ്പാടിയിലേക്ക് പോകുന്ന പ്രധാന പാതയ്ക്കരികിലായാണ് വെള്ളിത്തോട് എന്ന് പറയുന്ന ഈ സ്ഥലം. എതിർഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ള മലയാണ്, നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ഥലത്താണ്. ആ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളിത്തോടാണ് ഇത്തരത്തിൽ 105 വീടുകൾ മുസ്ലിം ലീഗിൻ്റെ ഭവന സമുച്ചയത്തിൻ്റെ പണി തുടങ്ങിയത്. അതിൽ തന്നെ പണി ഏകദേശം ഭൂരിഭാഗവും പൂർത്തിയായിരിക്കുന്നു.